VAG അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേരള PSCയുടെ ഒരു പുതിയ വിജ്ഞാപനത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതായത് കാറ്റഗറി നമ്പർ 415/2025 നെയിം ഓഫ് ദ പോസ്റ്റ് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 3 അപ്പം ഡിസംബർ 3 ലാസ്റ്റ് ഡേറ്റ്. മറയാതിരിക്കട്ടെ. അതുപോലെ തന്നെ അതിൽ ക്വാളിഫിക്കേഷൻ വരുന്നത്, യോഗ്യത പറയുന്നത് MSW, അതേപോലെ MA സോഷ്യോളജി, അതേപോലെ LLB ലേബർ ലോ സ്പെഷ്യലൈസേഷൻ, ലേബർ ലോ വിഷയമായിട്ട് LLB പഠിച്ചവർക്കും MSW പഠിച്ചവർക്കും അതേപോലെ തന്നെ MA സോഷ്യോളജിക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ഈ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നമ്മൾ അതിലേക്ക് എന്തായാലും ശ്രദ്ധിക്കണം. എത്രയാണ്? 50,200 രൂപ തുടങ്ങി 1,05,300. അതാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രായപരിധി, അത് വലിയൊരു കാര്യമാണ്. 18-നും 41-നും മധ്യേ. ഇപ്പോൾ സാധാരണ PSC എക്സാമിൽ അത്രയും സുദീർഘമായൊരു വയസ്സ് ഉണ്ടാകാറില്ല. പക്ഷേ CDPO എക്സാമുകൾ, അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ, അതേപോലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലെല്ലാം തന്നെ 18-41 വയസ്സ് വരെ ജനറൽ വിഭാഗങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ് ഈ തസ്തികയുടെ ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറയുന്നത്. അപ്പോൾ 18-നും 41 വയസ്സാണ് ഈ കാറ്റഗറിയിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ള ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി. അതേപോലെ OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും നിയമാനുസൃത ഇളവും ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ OBC-ക്കാരെ സംബന്ധിച്ചിടത്തോളം 44 വയസ്സ് വരെ എഴുതാം. 44 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് എഴുതാൻ പറ്റും. SC/ST വിഭാഗമാണെങ്കിൽ 41-ൻ്റെ കൂടെ 5 കൂട്ടി 46 വയസ്സ് വരെ SC/ST വിഭാഗങ്ങൾക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 46 വയസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇനി വീണ്ടും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കുക, 415/2025. തസ്തികയുടെ പേര് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ. ലാസ്റ്റ് ഡേറ്റ് 3/12/2025, ഡിസംബർ 3 മുമ്പായിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ അതിൻ്റെ ഏജ് 18-41. നിയമാനുസൃത ഇളവ് OBC-ക്കും SC/ST വിഭാഗങ്ങൾക്കും ഉണ്ട്. അതുപോലെ ക്വാളിഫിക്കേഷൻ MSW-ക്കാർക്കും MA സോഷ്യോളജിക്കാർക്കും അതേപോലെ തന്നെ LLB-ക്കാർക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇതാണ് ആ നോട്ടിഫിക്കേഷൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞു 18-41 വയസ്സിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പലരും പല എക്സാമുകളും എഴുതുന്നവരാണ്. ചിലപ്പോൾ എഴുതി പരാജയപ്പെട്ടവരാകാം, അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് നിയമനം ലഭ്യമാകാതെ ഇരിക്കുന്നവരാകാം. പലപ്പോഴും നിരാശയുടെ പടുകുഴിയിലിരിക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇവിടെ നമ്മൾ മാറി ചിന്തിക്കുക, നമുക്കൊരവസരം കേരള PSC കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വേക്കൻസിയുടെ എണ്ണത്തിലേക്ക്, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതിലേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഞാൻ പൊതുവായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നത് എത്ര ഒഴിവുകൾ ഉണ്ടാകും. അപ്പോൾ ഒഴിവുകൾ ഇങ്ങനെയുള്ള തസ്തികകൾക്ക് ഒഴിവുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അപ്ലൈ ചെയ്യണ്ട എന്നുള്ളൊരു തോന്നലാണ് ഭൂരിഭാഗം പേർക്കും. ഇപ്പം ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത് 2 വേക്കൻസികളാണ്. 2 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമുണ്ട്. അതായത് വേക്കൻസി 2 ഉള്ളൂ. അപ്പോൾ എന്നേലും മികച്ച ആളുകൾ ഇതിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ യോഗ്യതയുള്ള എല്ലാ കുട്ടികളും ഇതുപോലെ ചിന്തിക്കുമ്പോൾ ശരിക്കും പഠിക്കാനായിട്ട് ആരും തയ്യാറാകാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ഇതിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ CDPOയുടെ വിജ്ഞാപനം ഇറങ്ങി അതിൽ വിജ്ഞാപനം വിളിച്ചാലും ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ വിജ്ഞാപനം ഇറക്കിയാലും എന്തിനു പറയുന്നു, ഇനി അടുത്ത ICDS സൂപ്പർവൈസറുടെ വിജ്ഞാപനം ഇറങ്ങിയാലും ഒത്തിരി വേക്കൻസികളൊന്നും ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് അല്ലെങ്കിൽ 50 കണക്കിനൊന്നും വേക്കൻസികളൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. വേക്കൻസികളെല്ലാം 10ൽ താഴെയായിട്ട് ചുരുങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി വരും കാലങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുക. അപ്പോൾ ഏറ്റവും മികച്ച ആളുകൾക്ക് മാത്രമാണ് എന്തായാലും ഈ ജോലി ലഭ്യമാകത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ICDS സൂപ്പർവൈസർ റാങ്ക് ലിസ്റ്റ് വന്നല്ലോ. ആ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. 330 പേരാണ്. അതേസമയം അതിന് മുമ്പുണ്ടായിരുന്ന ICDS സൂപ്പർവൈസറുടെ ഷോർട്ട് ലിസ്റ്റിൽ 1500-ലധികം കുട്ടികൾ ഇടം പിടിച്ച സ്ഥലത്ത് എല്ലാ ലിസ്റ്റുകളും PSC കട്ട് ഷോട്ട് ചെയ്യുവാണ്. എന്നിട്ട് സമയബന്ധിതമായിട്ട് ഇറക്കുവാണ്, വിജ്ഞാപനങ്ങൾ ഇറക്കുവാണ്. അപ്പോൾ കൂടുതൽ പേർക്ക് ആ 3 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ വിജ്ഞാപനം വന്ന് അടുത്ത എക്സാം നടന്ന് ആ പരിപാടികളെല്ലാം 3 വർഷത്തിനുള്ള ആ ലിസ്റ്റ് കഴിയുമ്പോൾ ഉടൻ അടുത്ത ലിസ്റ്റ് വരുന്നൊരു കാഴ്ച. അപ്പോൾ ഒഴിവുകളുടെ എണ്ണമാണെങ്കിലോ വളരെ വളരെ കുറവായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഇനിയുള്ള കാലങ്ങളിൽ ആവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് ദയവ് ചെയ്ത് നോക്കരുത്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന CDPOയുടെ കോച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളോടും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് നോക്കരുത് കുട്ടികളെ. ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് നോക്കിയാൽ നമ്മൾ എവിടെ എത്തത്തില്ല. അത് നമ്മളെ പിന്നോട്ട് നമ്മളെ നയിക്കത്തേ ഉള്ളൂ. ഒഴിവുകൾ നോക്കാതെ നമുക്കൊരു ഒഴിവ് മതി. നിങ്ങൾക്ക് ഈ പറയുന്ന CDPO ആകാനാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാനാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ആകാനാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഒഴിവ് മതി. എത്ര ഒഴിവുകളുണ്ട് എന്നുള്ളതല്ല, ആ തസ്തികയ്ക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. എന്തുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ആത്മവിശ്വാസം ഇല്ലാതെ നമ്മൾ പഠിച്ചിട്ട് പോലും കാര്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരിശ്രമിക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടരുത്. നമ്മളെല്ലാം എല്ലാ അറ്റംപ്റ്റുകളും നമ്മളെല്ലാം പരിശ്രമിച്ച് നമ്മൾ അതിലേക്ക് എത്തണം. എനിക്ക് കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരൊഴിവായാലും 2 ഒഴിവായാലും ഇനി ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു മനസാന്നിധ്യം, അതിനുവേണ്ടി പഠിക്കാനായിട്ടുള്ളൊരു മനസാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം എന്ന് ഞാൻ ഈ വേളയിൽ നിങ്ങളോട് ഉണർത്തുകയാണ്. പിന്നെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന വേറൊരു ഘടകമുണ്ട്. അതായത് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള പണം സമാഹരിക്കുക. അതായത് കോച്ചിങ്ങിന് ഫീസ് കൊടുക്കണ്ടേ? നമ്മൾ ഇത്രയും വലിയൊരു ഫീസെല്ലാം കൊടുത്ത് ഇതിനു വേണ്ടിയൊക്കെ പഠിക്കുമ്പോൾ പിന്നെ കിട്ടിയില്ലെങ്കിൽ ലൂണാറും പോയി മാനവും പോയി, അതായത് പൈസയും പോയി, പിന്നെ ഈ പറയുന്ന രീതിയിൽ സമയവും നമ്മുടെ നഷ്ടപ്പെട്ട്. അപ്പോൾ അതൊരു വെല്ലുവിളിയാണ്, വേറൊരു വെല്ലുവിളിയാണ്. ഒഴിവുകളുടെ എണ്ണം കുറവാണ്, അത് ആദ്യത്തെ ഒരു വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് വെച്ചാൽ കോച്ചിങ്ങിന് നമ്മൾ കുറേ ഫീസ് കൊടുത്ത് പഠിച്ചു, പക്ഷേ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല. അപ്പോൾ ആകെ ഒരു മനപ്രയാസം. അതിനൊരു പരിഹാരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ മാസം നമുക്ക് ഫീ അടച്ചുകൊണ്ട് നമുക്ക് ഒരു കോച്ചിങ് ഇതിനു വേണ്ടി നടത്താം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും താല്പര്യത്തോടുകൂടി, അതായത് ഇതിന് അപ്ലൈ ചെയ്യുക, ആത്മവിശ്വാസം ചോർന്നു പോകാതെ എനിക്കിത് ലഭ്യമാകുമെന്ന് കരുതി പഠിക്കാൻ വേണ്ടി തയ്യാറാകുക. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് PAJ അക്കാഡമിക്സ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ICDS സൂപ്പർവൈസറുടെ കോച്ചിങ്ങിനാണെന്നുണ്ടെങ്കിലും വെൽഫെയർ ഓഫീസറുടെ, ഇപ്പോൾ ഇതെല്ലാം ഞാൻ നടത്തുന്നുണ്ട്, ആ കോച്ചിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ ഫീസുകൾ കൊടുത്തുകൊണ്ട് ഇപ്പോൾ 9,000 8,000 രൂപയൊക്കെ ഫീസ് അടച്ച് പഠിച്ചിട്ട് ഈ പറയുന്ന എക്സാമിൽ ഫലം കാണാതെ വരുമ്പോഴുള്ള ദുഃഖം ഈ പറയുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരെണ്ണത്തിൽ ഇനി ഫീ മുടക്കാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത്. അതായത് നമുക്ക് ഈ മന്ത്ലി പേയ്മെൻറ്റ് മാസം
നമുക്ക് ഒരു ഫീ നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ മന്ത്ലി പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മാസവും നമുക്ക് ആ ചെറിയൊരു ഫീസിലൂടെ നമുക്ക് പഠിക്കാൻ താല്പര്യത്തോടു കൂടി അതങ്ങ് പഠിച്ചു പോകാനായിട്ടുള്ള ഒരു അവസരം സംജാതമാകുകയാണ്. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് ഒന്ന് ശ്രമിക്കാമെന്നുള്ളൊരു തോന്നൽ, വലിയൊരു എമൗണ്ട് ആദ്യം തന്നെ അടച്ച് നമ്മൾ അത് ആദ്യമായിട്ട് തന്നെ ആ എമൗണ്ട് നമ്മൾ കണ്ടെത്തണം. കാരണം വലിയൊരു എമൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ടിൻ്റെ ആദ്യ ഗഡു കണ്ടെത്തണം. പിന്നെ അതിനുശേഷം ബാക്കി രണ്ടാമത്തെ ഗഡു അടക്കാൻ പറയുന്ന സമയത്ത് അത് അപ്പോൾ അതൊക്കെ ഒരു വലിയ വെല്ലുവിളികളാണ്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള എതിർപ്പുകൾ, കുടുംബങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകും, സ്വന്തം മനസാക്ഷിയിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാകാം. കാരണം ഇത് മുടക്കിക്കഴിഞ്ഞാൽ ആ പൈസയും പോകുമോ എന്നുള്ള ആശങ്ക, അത് നമ്മളെ പഠിക്കാനും നമുക്ക് കഴിയാതെ അവസ്ഥയിലേക്ക് എത്തിക്കും. അതേസമയം ചെറിയൊരു ഫീസ് മാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീസ് അടച്ച് അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ ചെറിയൊരു ഫീസല്ലേ നമ്മുടെ കയ്യിൽ നിന്നാകുന്നുള്ളൂ, അന്ന് ശ്രമിച്ചാലോ എന്നുള്ളൊരു തോന്നൽ, അതാണ് ഇതിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഉള്ള പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കാരണം ഇപ്പോൾ തന്നെ ഈ വിജ്ഞാപനം വന്നപ്പോൾ ചില കുട്ടികൾ എന്നെ വിളിച്ചിട്ട് കോച്ചിങ് എന്തായാലും സാറ് സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങളുടെയൊക്കെ പ്രായം അവസാനിക്കാറായി, കാരണം ഇപ്പം ഇങ്ങനെ ഒരെണ്ണം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ, ആ വ്യസനം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മന്ത്ലി സിസ്റ്റത്തിലേക്ക് എന്നാൽ എല്ലാവരെയും സഹായിക്കാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ പരമാവധി ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെ പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതുന്ന കുട്ടികൾ. അപ്പോൾ നിങ്ങൾ ആ പ്രായത്തിലേക്ക് എത്തിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്നവരാണെങ്കിൽ ഇനി ഒരിക്കലും ശങ്കിക്കേണ്ട. എന്തായാലും ഈ അവസരവും കൂടി നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് ഞാൻ പറയുന്നത്, പരിശ്രമിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്മവിശ്വാസം ചോർന്നിട്ടില്ല, നമുക്ക് എന്തായാലും പഠിക്കണമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ആ അതായത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എല്ലാ പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ആദ്യം ഉണ്ടായ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവുകളുടെ എണ്ണം, അതിലേക്ക് നമ്മൾ നോക്കുന്നില്ല. രണ്ടാമത് നമ്മൾ നമുക്ക് ഇതിനു വേണ്ടി കോച്ചിങ്ങിനുള്ള ഫീസ്, അതും നമ്മളിപ്പോൾ തരണം ചെയ്തു മന്ത്ലി പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ. നിങ്ങൾക്ക് പഠിക്കാനായുള്ളൊരു മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ, നമുക്ക് എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുകൾ, ആഴ്ചയിൽ 3-4 ക്ലാസ്സുകൾ വെക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ ആഴ്ചയിലും ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ നമ്മുടെ വെൽഫെയർ ഓഫീസറുടെയൊക്കെ അങ്ങനെയായിരുന്നു, ആഴ്ചയിൽ 4 ക്ലാസ്സുകളും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് 3 ക്ലാസ്സോ 4 ക്ലാസ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാ ആഴ്ചയിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാകും. ICDS സൂപ്പർവൈസർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അതേപോലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ ഒക്കെ കോച്ചിങ് എടുത്തിരുന്നു. അതിലെല്ലാം ഈ ഒരു പാറ്റേൺ തന്നെയാണ്, പ്രൊബേഷൻ ഓഫീസർ, ഇതിലൊക്കെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. അത് ഒത്തിരി പേർക്ക് അത് ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ICDS നമ്മളുടെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറിലൊക്കെ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്കുകൾ, ആദ്യത്തെ 10 റാങ്കുകളിൽ കുട്ടികളെ എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ എന്തിനു പറയുന്നു, ഇപ്പോൾ ഈ നടന്ന ICDS സൂപ്പർവൈസറുടെ ആദ്യത്തെ 10 റാങ്കുകളിൽ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്താനായിട്ട് തമ്പുരാൻ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ മുമ്പ് നടന്ന CDPOയുടെ ആണെന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൽ കൗൺസിലറുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ലിസ്റ്റുകളിലും ജോലി, അതുപോലെ ICDS സൂപ്പർവൈസറുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ജോലി വരെ ലഭ്യമായിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു കോച്ചിങ് കാഴ്ചവെക്കുവാനും നമ്മളുടെ കുട്ടികളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങളെ അറിയിക്കുവാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഈ തസ്തികയിലും ആദ്യത്തെ റാങ്കുകളിൽ തന്നെ നമ്മുടെ കുട്ടികളെ എത്തിക്കണം. അതിന് നിങ്ങൾ തയ്യാറാകുക, ഞാൻ എന്തായാലും തയ്യാറാണ് എന്നുള്ളത് ഞാൻ ഇവിടെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കുക. 415/2025 തസ്തികയുടെ പേര് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ അഡീഷണൽ എക്സിക്യൂട്ടീവ് ഓഫീസർ.
ഇനി ഇതിൻ്റെ മുമ്പുള്ള ഇത് 2018 ഇതിൻ്റെ എക്സാം നടന്നത്. അതായത് 3/8/2018 ഈ തസ്തികയുടെ എക്സാം മുമ്പ് നടന്നത് 2018 2018 ഇതിൻ്റെ പ്രീവിയസ് എക്സാം നടന്നത്. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് 2019 നവംബർ മാസത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് വന്നത്. ഇതിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 38.67, 38.67 മാർക്ക് മാത്രമായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ചെറിയൊരു കട്ട് ഓഫാണ് അതിൽ വന്നത്. എന്ന് വിചാരിച്ച് എക്സാം അത്ര ടഫ് ഒന്നും ആയിരുന്നില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കേരള PSC സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള, അതായത് ഞാനിപ്പോൾ ഈ കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളൊന്ന് അതല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലുമൊക്കെ ആയുള്ള കോച്ചിങ്ങിൽ ഉൾപ്പെട്ടവർ ഒന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അതേപോലെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പം എന്നെ വിളിച്ച കുട്ടികളോട് ഞാനത് സൂചിപ്പിക്കുകയും അവരത് നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണ് സാറേ, അത് ആ എക്സാം അന്ന് എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ആ തസ്തികയിൽ ഉൾപ്പെട്ടു പോയേനെ. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള, ഇതൊന്നും ഒരു വീരവാദമോ വീരകഥയോ അല്ല പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇത് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കോച്ചിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഓടി ഒരു കോച്ചിങ്ങിലേക്ക് അങ്ങ് വന്ന് ജോയിൻ ചെയ്യുമല്ല. എൻ്റെ ആയാലും വേറെ ഏത് കോച്ചിങ് ആയാലും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള, നമുക്ക് ആ കോച്ചിങ് സെൻറ്ററിൽ എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അതിന് വേണമെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിക്കാം. ഇപ്പോൾ എൻ്റെ അക്കാഡമി ആണെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും മുഖവിലക്കെടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ പഠിച്ചവരായിട്ടോ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്കുകളൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ശരിയാണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് ആണ് നിങ്ങൾ ഏതൊരു സ്ഥലത്താണെങ്കിലും ജോയിൻ ചെയ്യേണ്ടത്. എൻ്റെ ആയാലും വേറെ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും. അതേപോലെ നമ്മളുടെ ഈ പാറ്റേൺ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തായാലും ക്ലാസ്സുകളുണ്ട്. ഈ ആഴ്ചയിൽ 3-4 ക്ലാസ്സുകൾ. ഇനി അത് എക്സാമിനോട് എടുക്കുമ്പോൾ നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. പിന്നെ നമുക്ക് സാറ്റർഡേ സൺഡേകളിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് നമ്മൾ PDF നോട്ടുകളാണ്, ആ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ്സാണ്. ഇനി ഓൺലൈനിൽ കൂടാൻ കഴിയാത്തവർക്ക് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് അത് അടുത്ത ക്ലാസ്സിന് തൊട്ട് മുമ്പായിട്ട്, അപ്പോൾ മൺഡേ ക്ലാസ് ഉണ്ടെങ്കിൽ ട്യൂസ്ഡേയിലുള്ള ക്ലാസ്സിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മൺഡേയിലെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ഏത് രീതിയിലാണെന്നൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് അറിയിക്കാം. പിന്നെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സോഷ്യൽ നമ്മളുടെ GKയും കോൺസ്റ്റിറ്റ്യൂഷനും ലേബർ ലോസ് ആണ് കൂടുതലായിട്ട് അതിലുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം സിലബസിൽ സമഗ്രമായിട്ടുള്ള മാറ്റം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ കുറച്ചുകൂടി കയറി വന്നിട്ട് GK പോർഷൻസ് ഇല്ലാതാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. കാരണം GK ഇപ്പോൾ നിലവിൽ ഉണ്ടാകാറില്ല നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തസ്തികകളിൽ. അപ്പം അതുകൊണ്ട് ഇതൊരു സുവർണാവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് MSW, MA സോഷ്യോളജി, LLB പഠിച്ചവർക്ക് ആ പ്രായം നോക്കൂ, 18-41 വയസ്സ് പ്രായമുള്ളവർക്ക്. ഇനിയൊരു അംഗത്തിന് ബാല്യമില്ലാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കിട്ടിയ അവസരം കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയും എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് താമസിപ്പിക്കേണ്ട, December 3 ലാസ്റ്റ് ഡേറ്റ്. അപ്പം അതിനു മുമ്പ് ആപ്ലിക്കേഷൻ അയക്കുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് തന്നെ മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞു എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന്. ഒന്നാമത്തെ പ്രശ്നമാണ് നിങ്ങൾ ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് നോക്കുന്നു, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നു. അതിനുള്ള പരിഹാരമാണ് പറഞ്ഞത്. നിങ്ങളിനി ഏത് തസ്തിക വെയിറ്റ് ചെയ്തിരുന്നാലും അതിനൊന്നും 1000കണക്കിനോ 10000കണക്കിനോ 100 കണക്കിനോ എന്തിനു പറയുന്ന 50 കണക്കിനോ ഒഴിവുകൾ പോലും ഉണ്ടാകത്തില്ല.
അത് വെറുതെ പറയുന്നതല്ല, നിങ്ങളത് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ വരുന്ന ലിസ്റ്റുകളുടെ രീതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വളരെ നാമമാത്രമായുള്ള ഒഴിവുകളിലേക്കാണ്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്കൊരു ഒഴിവ് മതി, അപ്പോൾ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്ഥിതിയാണ് നിങ്ങൾ വെച്ച് പുലർത്തേണ്ടത്. അതല്ലാതെ ഞാൻ 100 കണക്കിന് ഒഴിവുള്ളതിനെ അപേക്ഷിക്കുകയുള്ളൂ. എന്താണ് ഈ 100 കണക്കിന് ഒഴിവുള്ളതും ഒരു ഒഴിവുള്ളതിനും നിങ്ങൾ അപേക്ഷിക്കാത്തതിൻ്റെ കാരണം? നീ 100 കണക്കിനാവുമ്പോൾ നിങ്ങൾ പഠിക്കണ്ടേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരൊഴിവുള്ളപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, 100 ആണെങ്കിലും നിങ്ങൾ പഠിക്കും. എന്താ അതിനുള്ള കാര്യം? ആ മാനസികാവസ്ഥ കാര്യമാണ്. 100 ആകുമ്പോൾ എങ്ങനെയെങ്കിലും തട്ടി നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണോ? പക്ഷേ അവിടെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര പേരായിട്ടാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ ഒഴിവുകളുടെ എണ്ണം അല്ല കുട്ടികളെ, നിങ്ങൾ മണ്ടത്തരം ചിന്തിക്കരുത്. ബുദ്ധിപരമായുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ MSW, സോഷ്യോളജി, MA സോഷ്യോളജിയും LLB ഒക്കെ എടുത്തത്? വെറുതെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു ജോലികൾ ചെയ്ത് അങ്ങ് ജീവിക്കാനാണോ? അല്ല. നമുക്ക് നമ്മൾ പഠിച്ച ആ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയിൽ കയറണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു താൽക്കാലിക ജോലി എവിടെയെങ്കിലും, അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കുവാണ്, ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ വീട്ടച്ഛനായിട്ടിരിക്കുവാണ് എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ LLBയും ഈ MSWയും MA സോഷ്യോളജിയും ഒക്കെ നിങ്ങൾക്ക് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതില്ലാതെയും തന്നെ അമ്മയും അച്ഛനും ഒക്കെ ആകാൻ കഴിയില്ലേ? അപ്പോൾ നമ്മൾ ആ എടുത്തതിനൊരു പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് നോക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ പ്രായം എന്തായാലും പ്രായത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് എന്തായാലും പഠിക്കാനായുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഇതൊരു സുവർണ അവസരമാണ്. കാരണം ഇത്രയും ഒരു ഏജ് ലിമിറ്റിലുള്ള എക്സാം എന്തായാലും ഇനി ആകെ ഉള്ളതൊരു CDPO ആണ്. അതിൽ പുരുഷ കഥാപാത്രങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നൊരു പോസ്റ്റാണ് ഈ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ രണ്ടുപേരും ഇതിൽ കൂടുതൽ ഉത്സാഹം കാണിച്ചുകൊണ്ട് എന്തായാലും ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പഠിക്കാൻ വേണ്ടി തയ്യാറാകുക. അപ്പോൾ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എൻ്റെ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ കമൻറ്റിലും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, എത്ര രൂപ മാസം എത്ര രൂപയാണ്, നിങ്ങളൊരിക്കലും പേടിക്കേണ്ട. വലിയ മാസം ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം 2000 രൂപ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് എന്തായാലും ആ ഗ്രൂപ്പിലൂടെ എത്രയാണ് ഫീസ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ, ഒരിക്കലും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നിങ്ങളെ ഒരു തസ്തികയിൽ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കോച്ചിങ്ങിനെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടും. എങ്ങനെയാണ് VAJ അക്കാഡമിക്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഈ പറയുന്ന രീതികൾ ശരിയാണോ, അതേപോലെ അവിടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ നിലവാരം എങ്ങനെയാണ്, ഞാനിടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എക്സാമിന് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. മനസ്സിലായി? ഞാൻ പറയുമ്പോൾ അത് വീരവാദമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഇതിന് അപ്ലൈ ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് തയ്യാറാകണം. ഇപ്പോൾ CDPOയുടെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ ഒരു പൊതുവായ കാഴ്ച എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടിരിക്കുന്നൊരു തസ്തികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും, അതാണ് ഞാൻ CDPOയ്ക്ക് പഠിക്കുന്ന കുട്ടികളോടും പറഞ്ഞത്, നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ പുറകെ നമുക്ക് ആദ്യം നീങ്ങാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം. അതല്ലാതെ ഞാൻ CDPO മാത്രം പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ മാത്രമേ പഠിക്കുകയുള്ളൂ, ICDS സൂപ്പർവൈസർ അങ്ങനെ നിങ്ങൾ ഒരു ശപഥം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. എന്തായാലും വരുന്ന എല്ലാ തസ്തികകൾക്കും നിങ്ങൾ അപേക്ഷിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് എൻ്റെ കോച്ചിങ്ങിൽ ആളെ കിട്ടുന്നതിന് വേണ്ടി പറയുന്നതാണ് എന്നൊരിക്കലും ധരിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോച്ചിങ് എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്.
പ്രൈമറി നിങ്ങളത് അപേക്ഷിക്കുക, നിങ്ങൾ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പഠിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. സ്വയമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ കുട്ടികളെ, അതിലൊന്നും യാതൊരു തർക്കമില്ല. ഒരു അവസരം, എന്തായാലും ഞാനൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പറയുവാണ്, ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ നമ്മൾ ഒരു കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, നിങ്ങൾക്ക് ഒരു ഘടന നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ പഠിക്കണം. അത് മാത്രമല്ല, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പോകുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആഴ്ചയിൽ എക്സാമുകൾ നടക്കുന്നു. അതേപോലെ വാട്സാപ്പിലൂടെ കുട്ടികളുടെ മാർക്ക്, ഞാൻ അങ്ങനെയാണ്, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കുട്ടികൾ മാർക്ക് അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാത്ത ആളാണെന്നുണ്ടെങ്കിലും അയ്യോ ഞാനും പഠിക്കണമല്ലോ എന്നുള്ള ഒരു വ്യഗ്രത ഉണ്ടാകും. അതുമാത്രമല്ല, ഞാൻ വളരെ പിന്നിലാണ്. അപ്പോൾ അത് നമ്മളൊരു മോട്ടിവേറ്റിംഗ് ഫോഴ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് തരും. അതുമാത്രമല്ല, ആ ഗ്രൂപ്പിൽ കുറേ പേരുണ്ടാകും, അയ്യോ അവരെല്ലാം പഠിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അസൂയപ്പെടാനായിട്ട് വളരെയേറെ താല്പര്യമുള്ളവരാണ് മനുഷ്യജീവികൾ എന്ന് പറയുന്നത്. അയ്യോ അവൻ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ പഠിക്കുന്നുണ്ട്, അപ്പം ഞാനും പഠിക്കണം എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മളങ്ങ് പഠിച്ചു പോകും. അതുമാത്രമല്ല, നമ്മൾ ഈ നോട്ട് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സ്വയം പഠിക്കുമ്പോൾ നമ്മളിതെല്ലാം അന്വേഷിച്ചിങ്ങനെ നടക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പോവുക. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തോണ്ടി വേറെ എന്തെങ്കിലും മേഖലകളിലേക്ക് പോകും. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ പോകും. അടുത്ത ദിവസം വീണ്ടും പഠിക്കാനിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോകും, വീണ്ടും ദിംധരികിടതും സമയം പിന്നെയും നഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ സ്വയം പഠിക്കുമ്പോഴുള്ള. അതുമാത്രമല്ല, സ്വയം പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠനം അങ്ങ് മാറ്റി വെക്കും. ഇപ്പോൾ ഇന്നിരുന്ന് പഠിക്കുമ്പോൾ എന്തെങ്കിലും നാളെ പഠിക്കാം, കാരണം വേറൊരു കാര്യമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകും. അതേസമയം നമ്മൾ കോച്ചിങ്ങിലാകുമ്പോൾ ഞാനെന്തായാലും കൃത്യമായിട്ട് ക്ലാസ്സുകൾ ആഴ്ചയിൽ എടുക്കും. അതുമാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പറും ഇടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അയ്യോ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്, എനിക്ക് ക്ലാസ്സിൽ കൂടണം എന്നുള്ളൊരു തോന്നൽ, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ. ഇനി ഇതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് പഠിക്കുക. ഒറ്റക്ക് പഠിക്കുന്നതിനോർത്തും ഒരു പ്രശ്നമില്ല. ഈ അധ്യാപകരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് പഠിക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ജോലിയൊന്നും ലഭ്യമാകത്തില്ല. നമുക്ക് പഠിച്ചാൽ, അതാണ് പറഞ്ഞ, പരിശ്രമിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടരുത്. നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള പ്രതിഫലം എന്തായാലും കിട്ടത്തുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെല്ലാവരും നല്ല ചിന്താഗതി നിങ്ങളെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും, എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും, നിങ്ങളെ ഞാൻ ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സിന് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകുക. അതിനുശേഷം നമുക്ക് ക്ലാസ്സുകൾ, ഞാൻ പറയുന്നു, ക്ലാസ്സുകൾ നമുക്ക് ഡിസംബർ ആദ്യം, അതായത് ഒരു 4-ഓ 5-നോ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാം. കാരണം വെൽഫെയർ ഓഫീസറുടെ കോച്ചിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ CDPOയുടെ കോച്ചിങ്ങും നടക്കുന്നുണ്ട്. CDPOയുടെ 3 ബാച്ച് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. അതേപോലെ വെൽഫെയർ ഓഫീസറുടെ ഒരു ബാച്ചുണ്ട്. അപ്പോൾ വെൽഫെയർ ഓഫീസറുടെ ക്ലാസ്, അവരുടെ എക്സാം ഡിസംബർ 2-നാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ തസ്തികയിലേക്കുള്ള കോച്ചിങ് ആരംഭിക്കത്തുള്ളൂ. ഞാൻ തന്നെയാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്, ഞാൻ തന്നെയാണ് നോട്ട്സും പ്രിപ്പയർ ചെയ്യുന്ന, ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രം മതി. വേറൊരു ഭാഗത്ത് നിന്നുള്ള ഒരു സോഴ്സിൽ നിന്നും നിങ്ങൾ പഠന സാമഗ്രികൾ നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാം നമ്മൾ ഈ VAG അക്കാഡമിക്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അതല്ലാതെ ഒരു സ്ഥലത്ത് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വേറെ മെറ്റീരിയൽസ് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായി. അപ്പോൾ പിന്നെ കോച്ചിങ്ങിന് ചേർന്നതിൻ്റെ കാര്യം എന്താ? അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാനായുള്ളൊരു മനസ്ഥിതി ഉണ്ടായാൽ മതി.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് VAJ അക്കാഡമിക്സും ഞാനും കൂടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ തസ്തികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ശരിയായ രീതിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു.